പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗത്തിന് മധ്യേ ഇന്ന് നമ്മൾ വായിച്ച തിരുവചന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം നമുക്കറിയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് തന്നെയായിരുന്നു. കർത്താവിനെ നേരിട്ട 3 പരീക്ഷകളെക്കുറിച്ചും അത് കർത്താവ് അതിജീവിച്ച വിധങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ നമുക്കും അതൊരു മാതൃകയാക്കിക്കൊണ്ട് കർത്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ അത് അതിജീവിച്ചാൽ മാത്രമാണ് ആത്മനിറവോടുകൂടി പരീക്ഷകളെ അതിജീവിച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വലിയ സന്ദേശം ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീർന്നു. ആ പരീക്ഷ അതിജീവിച്ചാലാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ജയിച്ചാലല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. തോറ്റു കഴിഞ്ഞാലോ ആ ക്ലാസ്സിൽ തന്നെ കിടക്കണമെന്ന് പറയുന്ന പോലെ ആവർത്തിച്ച് ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ തോറ്റിട്ടുണ്ടായിരിക്കാം. എങ്കിലും ജയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ അത് ജയിച്ചാൽ നമ്മുടെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് നമ്മൾ കയറുവാനിടയായിത്തീരും. അടുത്തൊരു മേച്ചിൽപ്പുറം ദൈവം നമ്മെ കാണിച്ചു തരാനിടയായിത്തീരും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സന്ദേശം. ആ പരീക്ഷകളൊക്കെ വിജയിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചില ചിന്തകളെ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രാരംഭമായി നമ്മൾ വായിച്ച തിരുവചന ഭാഗത്ത് നോക്കുമ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. താഴേക്ക് വരുമ്പോൾ ഒരു ശതാധിപനായ ഒരു മനുഷ്യൻ്റെ ഭൃത്യനെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ 2 കുരുടരായ മനുഷ്യരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഈ 3 വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 3 മനോഭാവങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ആ സന്ദേശത്തിലൂടെ ചിന്തിച്ചിട്ട് താഴേക്ക് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവ് മലയിലേക്ക് കയറി നിന്നുകൊണ്ട് പ്രസംഗിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച ഈ ലോകത്ത് ഏതൊരു മതവും ഉപദേശിക്കുന്നതിനും ഉപരിയായിട്ടുള്ള ആത്മീക നിലവാരത്തോടും ഭൗതിക നിലവാരത്തോടും സത്യസന്ധത പുലർത്തുന്ന ഉപദേശങ്ങളാണ് നമ്മുടെ കർത്താവ് തന്നത്. കർത്താവ് തന്ന ഈ ഉപദേശത്തെ വെല്ലുന്ന ഒരു ഉപദേശവും ലോകത്ത് ഒരു നേതാക്കന്മാരും ആത്മീക നേതാക്കന്മാരോ മറ്റേത് നേതാക്കന്മാരും നൽകിയിട്ടില്ല എന്നുള്ളൊരു സവിശേഷതയും കർത്താവിൻ്റെ ഈ വാക്കുകളിലുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ കർത്താവ് മലമുകളിൽ കയറി പ്രസംഗിച്ചതിന് ശേഷം താഴേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുകയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ മലയിലേക്ക് കയറിപ്പോയി പ്രസംഗം കഴിഞ്ഞപ്പോൾ മലയിൽ നിന്നും കർത്താവ് ഇറങ്ങി വരികയാണ് അല്ലേ. പ്രസംഗമൊക്കെ കഴിഞ്ഞ് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കർത്താവിന്റെ മുൻപിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. മറ്റാരുമല്ല. 2-ാം വാക്യം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. പ്രൈസ് ദി ലോർഡ്. ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അത് POC ബൈബിളിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നമസ്കരിച്ചു എന്നുള്ള വാക്കാണ് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ POC ബൈബിളിൽ എങ്ങനെയാണ്? അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണുവണങ്ങി പറഞ്ഞു അല്ലെ. നല്ല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അതായത് കർത്താവിനെ കണ്ടപ്പോൾ ആ കുഷ്ഠരോഗി താണു വണങ്ങി കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. കർത്താവ് എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്. കർത്താവ് എന്താ ചെയ്തത്? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക, നീ സൗഖ്യം പ്രാപിക്കുക. പറഞ്ഞല്ല കർത്താവ് അവനെ സൗഖ്യമാക്കിയത്, തൊട്ടിട്ട് പറഞ്ഞു. ഒരു കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് അവൻ അശുദ്ധനാ. പക്ഷേ കുഷ്ഠരോഗി എന്ന് പറയുന്ന അശുദ്ധനെ തൊട്ടപ്പോൾ കർത്താവ് അശുദ്ധനായില്ല. ആ പരിശുദ്ധനായ ദൈവം തൊട്ടപ്പോൾ ആ അശുദ്ധനായവൻ ശുദ്ധി ഉള്ളവനായി തീരുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ആ കുഷ്ഠരോഗിയുടെ മനോഭാവമാണ് എന്നെ ശ്രദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ ആകർഷിപ്പിച്ചത്. കർത്താവിനോട് ഒരു ആവശ്യഭാരത്തോടു കൂടെ ഞാനോ നിങ്ങളോ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ കിടക്കുന്നുണ്ട്. ആ കുഷ്ഠരോഗി താണു വണങ്ങി കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്.
കർത്താവ് ഒന്നും ചോദിക്കാൻ നിന്നില്ല. മനസ്സുണ്ടോ കർത്താവെ എന്നെ സൗഖ്യമാക്കുവാൻ? അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്നാ ഈ കുഷ്ഠരോഗി പറഞ്ഞത്. അതിന്റെ മുൻപിൽ എനിക്ക് മനസ്സുണ്ട് എന്നുള്ളതായിരുന്നു കർത്താവിന്റെ മറുപടി. ആ ഭാഗത്ത് ഈ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി മുന്നോട്ട് പോവുകയാ. അപ്പോൾ കർത്താവ് കഫർനഹൂമിൽ എത്തുകയാ. അവിടെ എത്തിയപ്പോൾ അതിന്റെ 6-ാം വാക്യം, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. Praise the Lord. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Praise the Lord. ഇവിടെ എന്താ അടുത്ത സംഭവം? ഇത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിനോട് ചേർത്ത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുഷ്ഠരോഗി സൗഖ്യമായി, എന്നാൽ പിന്നെ എല്ലാ കുഷ്ഠരോഗികളും സൗഖ്യമാക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കുഷ്ഠരോഗി സൗഖ്യമായ അവന്റെ മനോഭാവം, അവന്റെ വിനയം, അവന്റെ അപേക്ഷ, അവന്റെ പ്രാർത്ഥനയാണ് കർത്താവ് അവനെ സൗഖ്യം കൊടുത്തത്, അല്ലെ? രണ്ടാമത്തെ ഒരു കാര്യം, യേശുവിനെ പോലും അതിശയിക്കുന്ന ഒരു ശതാധിപന്റെ വാക്കുകൾ. എന്താണ് യേശുവിനെ അതിശയിപ്പിച്ചത്? കർത്താവിന്റെ അധികാരത്തെ മനസ്സിലാക്കി മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരുവാൻ എനിക്കതിനുള്ള യോഗ്യതയില്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ഒരുവരോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, ഒരുവരോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു. ഞാൻ പോലും ഇങ്ങനെ പറയുമ്പോൾ ചെയ്യുന്നുവെങ്കിൽ ആരാണ് ഈ നിൽക്കുന്നത് എന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടെ ആ അധികാരം മനസ്സിലാക്കിയിട്ട് കർത്താവോട് പറയുകയാണ്, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവിനെ അത്ഭുതപ്പെടുത്തി. ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൃത്യനെ സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവ്. ആ പറഞ്ഞ മാത്രയിൽ തന്നെ സൗഖ്യം വരികയാണ്. അപ്പോൾ ആദ്യത്തെ ഈ സൗഖ്യം അവന്റെ വിനയം, അവന്റെ പ്രാർത്ഥന, അവന്റെ അപേക്ഷയുടെ രീതി അവന് അനുഗ്രഹം കൊടുത്തു, അവന് സൗഖ്യം കൊടുത്തു. ഈ ശതാധിപന് അല്ലെങ്കിൽ അവന്റെ ഭൃത്യന് ഈ സൗഖ്യം വന്നത് എങ്ങനെയാ? കർത്താവിന്റെ അധികാരം എന്തെന്ന് മനസ്സിലാക്കി. ഞാനും പലപ്പോഴും എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു വ്യക്തിയുടെ അടുക്കൽ പോയാൽ ഒരു പക്ഷേ എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടും. പക്ഷേ ഞാൻ ആദ്യം ആ വ്യക്തിയോടല്ല പോയി പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോട്, ഈ അധികാരം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആദ്യം കാര്യം ദൈവത്തെ ബോധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം സകലത്തിനും മതിയായവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനും രോഗങ്ങളുടെ മേൽ അതിനെ സൗഖ്യമാക്കുവാനും എന്ന് വേണ്ട എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് പ്രശ്നമാണോ കർത്താവിന്റെ മുൻപിൽ വരുന്നത് അതിനെയെല്ലാം പരിഹരിക്കുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 28-ന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? സകല അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുകയാണ്. സകലത്തിന്റെയും മേൽ അധികാരമുണ്ടെങ്കിൽ നമ്മൾ ഏത് അധികാരിയുടെ മുൻപിലാ പോകേണ്ടത്? ഒരു പഞ്ചായത്തിന്റെ മാത്രം അധികാരത്തിലിരിക്കുന്നവന്റെ അടുക്കലാണോ? ഒരു കേരള സ്റ്റേറ്റിന്റെ മാത്രം അധികാരത്തിലിരിക്കുന്നവന്റെ അടുക്കലേക്കാണോ? ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുന്നവരെയാണോ? ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? സ്വർഗത്തിനും ഭൂമിക്കും സകലത്തിന്റെയും മേൽ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ അധികാരത്തിന്റെ പരിധി നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ കർത്താവിന്റെ അധികാര പരിധി മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ശതാധിപൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും, പോകാൻ പറഞ്ഞാൽ പോകും, അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. എങ്കിൽ കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇങ്ങനെയുള്ളൊരു വിശ്വാസം കണ്ടപ്പോഴാണ് കർത്താവ് പോലും അത്ഭുതപ്പെട്ടത്. കർത്താവിനെ അത്ഭുതപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ള തലത്തിൽ നമ്മളെ കുറിച്ച് ദൈവം നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം, അല്ലേ? നമ്മൾ വൈകി എണീക്കുന്നതോടുള്ള ബന്ധത്തിൽ കർത്താവിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. നമ്മൾ ആരാധനയ്ക്ക് വരുന്നതോടുള്ള ബന്ധത്തിൽ കർത്താവിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപപ്രവർത്തികളെ നോക്കിക്കഴിഞ്ഞ് കർത്താവ് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. കർത്താവ് പറയും, ഓ, ഇവന് ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന് പറ്റുമോ? അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. എന്തെങ്കിലും നന്മ ചെയ്തിട്ട്
എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ വിശ്വാസത്താൽ ഏറ്റുപറയുമ്പോൾ അത് കർത്താവിനെ അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഷ്ഠരോഗിയുള്ള ബന്ധത്തിൽ അവന്റെ വിനയം അവിടെ ഒരു അത്ഭുതം കാണുവാനിടയാക്കി തീർത്തു. ശതാധിപന്റെ ഭൃത്യനോടുള്ള ബന്ധത്തിൽ അവന്റെ അധികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ അവിടെ വലിയ ഒരു സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില രോഗസൗഖ്യങ്ങളോ വിടുതലുകളോ ആശ്വാസങ്ങളോ വരണമെങ്കിൽ, ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ, ഇങ്ങനെയുള്ള സമീപനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അനേകർ കണ്ടവരുണ്ട്, കർത്താവിന്റെ വചനം നേരിട്ട് കേട്ടവരുണ്ട്. ഇവർക്കെല്ലാവർക്കും കർത്താവ് സൗഖ്യം കൊടുത്തോ? നിത്യരക്ഷ കൊടുത്തോ? ഇല്ല. കാര്യം മനസ്സിലാക്കി ഇതേപോലെയുള്ള ഹൃദയം ഒരുക്കപ്പെട്ടവർക്ക് ഈ സത്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അനുഭവിച്ചറിയുവാനും ദൈവം അവസരം കൊടുത്തിട്ടുള്ളൂ. കർത്താവിന്റെ കൂടെ അനേകർ പിൻപറ്റിയിരുന്നു അല്ലേ? 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ അനേകർ കർത്താവിനെ പിൻപറ്റുക. കർത്താവ് അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് അപ്പം കിട്ടി തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിച്ചത്, അല്ലാതെ ഞാൻ പറഞ്ഞ നിത്യജീവന്റെ വചനം കേട്ടിട്ടോ നിത്യതയിലേക്ക് പോകാമെന്നുള്ള ആഗ്രഹത്താൽ ഒന്നുമല്ല നിങ്ങൾ എന്നെ പിൻപറ്റിയത്. മറ്റൊരു വ്യക്തി വന്ന് പറഞ്ഞു, കർത്താവെ അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. കർത്താവ് എന്ന് പറഞ്ഞത് ആദ്യം തന്നെ, എനിക്ക് തലചായ്ക്കാൻ പോലും ഇടമില്ല. അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വരണ്ട. ഞാൻ എന്തിനാണോ വന്നത്, എൻ്റെ ഉത്തരവാദിത്വം എന്താണോ, ദൈവം എന്നെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതിനോട് ചേർന്ന് എന്നെ അനുഗമിക്കാൻ കഴിയുന്നുവെങ്കിൽ കർത്താവ് വരുവാനാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പറഞ്ഞു, ഈ വഴി ഇച്ചിരി ഇടുക്കവും ഞെരുക്കവും പ്രയാസമൊക്കെ ഉള്ളതാണ് എന്ന് കർത്താവ് പറയാനിടയായി തീർന്നു. അടുത്ത സംഭവത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉപകർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 2 കുരുടന്മാർ വഴിവെക്കിലിരുന്നു കൊണ്ട് പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് കാഴ്ച തരണമേ എന്ന് ഉച്ചത്തിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവർ കാഴ്ചയിൽ അന്ധന്മാരാണ്. പക്ഷേ ഇവരുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞത്. കാര്യം മനസ്സിലായോ? ഇവിടെ 9-ന്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. ഏത് വാർത്തയാണ്? രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കി ഒരു ബാലികയെ ഉയർപ്പിക്കുവാൻ കടന്നു ചെന്നു. കർത്താവ് ആ ബാലികയെ ഉയർപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ചപ്പോൾ ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. അപ്പോൾ നാട്ടിലെങ്ങും പരന്നപ്പോൾ സ്വാഭാവികമായും ഈ 2 കുരുടന്മാരും കേൾക്കുവാനിടയായിത്തീർന്നു. ഇങ്ങനെ നസറാനായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു സൗഖ്യം കൊടുത്തു, അല്ലെങ്കിൽ ഒരു മരിച്ചുപോയ പെൺകുട്ടിയെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ വാർത്ത മുഴുവനും പ്രസിദ്ധമായപ്പോൾ, യേശുവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്നല്ല ഈ കുരുടന്മാർ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പ്രസംഗത്തിന്റെ ശൈലിയും അല്ലെങ്കിൽ ഭംഗിയൊന്നും നിങ്ങൾ നോക്കേണ്ട. കാര്യം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം കൂടി സാവകാശത്തിൽ ഈ കാര്യം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഈ കുരുടന്മാർ, ആ കുരുടന്മാരുടെ കണ്ണുകൾ അന്ധമായിരുന്നുവെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടാണ് അവർ എന്തെന്ന് വിളിച്ചത്? ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചത്. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. എന്തുകൊണ്ട് ഈ കുരുടന്മാർക്ക് മനസ്സിലായി ഇവൻ ദാവീദിന്റെ പുത്രനാണ് എന്ന്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ തലമുറകളാകെ അബ്രാഹം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. 28 തലമുറയ്ക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, യേശുവേ എന്ന് വിളിക്കണമെങ്കിൽ
ഈ അന്ധന്മാർക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, പ്രവാചക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഒരു വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെളിച്ചവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കുരുടന്മാർ യേശുവിനോട് സൗഖ്യമാക്കുവാൻ പറയുന്നതിലും 800 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അന്ന് മുടന്തന്മാർ നടക്കും, കുരുടന്മാർ കാണും. ആര് ഇത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ അഭിഷിക്തൻ. അവരുടെ വാഗ്ദത്ത മശികയിൽ ഇതെല്ലാം നിവർത്തിക്കപ്പെടുമെന്നറിയാം. അപ്പോൾ ഇവർ കുരുടന്മാരാണെങ്കിലും അവിടെ നാട്ടിൽ ഈ കാര്യം പ്രസിദ്ധമായപ്പോൾ ഇത് കേൾക്കുന്നവരാണ്, അവർക്ക് വചനം ശ്രവിക്കുന്നവരാണ്, വചനം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ ഒരുവൻ മരിച്ചവൻ ഉയർക്കുന്നു എന്ന് കേട്ടപ്പോൾ, കുഷ്ഠരോഗി സൗഖ്യമാക്കുന്നുവെന്ന് കേട്ടപ്പോൾ, രോഗികൾ സൗഖ്യമാക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഈ കുരുടർക്ക് മനസ്സിലായി, ഇവനാണ് ദാവീദിന്റെ പുത്രൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? ദാവീദിന്റെ പുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയണമെങ്കിൽ ഇവർക്ക് എത്രത്തോളം ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു അത്ഭുതം തുടങ്ങി. ഇന്നാണ് യേശുക്രിസ്തു വരുന്നതെങ്കിൽ, യേശുക്രിസ്തു ഒരു അത്ഭുതം ചെയ്ത് നടക്കുകയാണെങ്കിൽ നമ്മളെന്താ സ്വാഭാവികമായിട്ട് പറയുക? യേശുവേ എന്നെയും അനുഗ്രഹിക്കണമേ എന്നല്ല പറയുകയുള്ളൂ. കാരണം യേശുവാണത് ചെയ്തത്, അതുകൊണ്ട് യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയുള്ളൂ. യേശുവിനേക്കാളും 28 തലമുറ മുൻപ് ജീവിച്ചിരുന്ന ഈ ദാവീദിന്റെ പേരെടുത്ത് പറയണമെങ്കിൽ, 28 തലമുറയ്ക്ക് പുറകിലുള്ള ഇന്നയാളുടെ പുത്ര എന്ന് വിളിക്കണമെങ്കിൽ ഈ പറയുന്നവന് എന്തൊക്കെയോ ഗ്രാഹ്യമുണ്ടല്ലേ, ഈ പറയുന്നവന് എന്തൊക്കെയോ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലേ, അല്ലേ? ഇതാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നെങ്കിലും ആത്മീക നേത്രം പ്രകാശിച്ചു. അതിന്റെ സത്യം കൃത്യമായിട്ടുള്ള വേരുവഴി ദാവീദ് തുടങ്ങിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ച പ്രവചനം ഇവരിൽ നിവർത്തിക്കപ്പെടുമ്പോൾ അവിടെയാണ് യേശുവിനോടൊരു വിളി. യേശുവേ എന്ന് വിളിച്ചാൽ പക്ഷേ അവിടെ കേൾക്കാതിരിക്കുമെങ്കിൽ പോലും ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ കർത്താവിനത് മനസ്സിലായി. തന്നെ ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കണമെങ്കിൽ ഈ കണ്ണ് കാണാൻ പറ്റാത്തവന്റെ അകക്കണ്ണ് എത്രമാത്രം പ്രകാശിച്ചു എന്ന് കർത്താവിന് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇതാ ഈ 2 കുരുടന്മാരെയും കർത്താവ് സൗഖ്യമാക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ 3 മനോഭാവങ്ങളെ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, വിനയമുള്ള ഒരു മനോഭാവം, അല്ലേ? രണ്ടാമത്തേത്, കർത്താവിന്റെ അധികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള മനോഭാവം. 3, യേശുക്രിസ്തു ആരെന്നുള്ള തിരിച്ചറിവിൽ ഉള്ള ഒരു മനോഭാവം. മനസ്സിലായോ? ഈ 3 കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലും ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, നമുക്കുള്ളൊരു രോഗം, നമുക്കുള്ള പ്രതിസന്ധികൾ, അത് കർത്താവ് ആവശ്യമെങ്കിൽ അത് പരിഹരിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. കാരണം കുരുടൻ എന്താ പറഞ്ഞത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതേ ഉള്ളൂ. ദൈവമേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവം ഇത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് അങ്ങേക്ക് അറിയാമെങ്കിൽ, താഴ്മയുടെ പ്രാർത്ഥന മാത്രമാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമുള്ളൂ. അവിടെയാണ് ദൈവം ഈ കുരുടന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവും പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ളൊരു മനോഭാവത്തിലാണ്. 3 മനോഭാവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. തന്നെയുമല്ല, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9 അധ്യായത്തിന്റെ 35 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജനത്തോടുള്ള യേശുക്രിസ്തുവിന്റെ മനോഭാവം. ഇപ്പോൾ മനുഷ്യന്റെ മനോഭാവത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിന് ഈ ജനത്തോടുള്ള മനോഭാവത്തെ കുറിച്ച് നമുക്ക് വായിക്കാം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം.
ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷ അതിജീവിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരെ ഉപദേശിച്ച് അവരുടെ ദീനവും വ്യാധിയും എല്ലാം ചുമന്നുകൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് സൗഖ്യങ്ങളെ നൽകി അത്ഭുതങ്ങളെ ചെയ്ത് കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് ജനത്തെ നോക്കുകയാണ്. ജനത്തെ നോക്കുമ്പോൾ അവിടെ എന്തായിട്ടാണ് കർത്താവിന് തോന്നിയത്? കർത്താവിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് തന്റെ ജനത്തെ കണ്ടപ്പോൾ ഇടയന്മാരില്ലാത്ത ആട്ടിൻകൂട്ടം പോലെയാണ് കർത്താവിന് അവരെ തോന്നിയത്. ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടം, അല്ലെ? ഒരു ഇടയനില്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ പല മൃഗങ്ങളും പിടിച്ചു തിന്നുകളയും. ആ ആട്ടിൻകൂട്ടത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഇടയന്മാരില്ലാത്തൊരു ആട്ടിൻകൂട്ടത്തെ പോലെ കർത്താവിന് അവരെ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്രായേലിൽ അന്ന് ഇടയന്മാരില്ലാഞ്ഞിട്ടാണോ കർത്താവ് അങ്ങനെ പറഞ്ഞത്? ഇടയന്മാരെന്ന് പേരുള്ളവർ അനേകരുണ്ടായിരുന്നു. അവിടെ മഹാപുരോഹിതന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, അല്ലേ? ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച ശാസ്ത്രിമാര്, പരീശന്മാര്, ശബത്തുകാര്, അല്ലേ? കർത്താവിനെ വാക്കിൽ പിടിക്കുവാൻ നടക്കുന്ന ഒത്തിരി വിദഗ്ധന്മാർ അന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഞങ്ങളാണ് ഈ മോശയുടെ പീഠത്തിലിരുന്ന് ഞങ്ങള് ഈ ആളുകളെ നയിക്കുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ നേതാക്കന്മാരും ഇടയന്മാരൊക്കെ ഇസ്രായേലിൽ അനേകരുണ്ട്. പക്ഷെ കർത്താവ് നോക്കിയപ്പോൾ മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരു ഇടയന്മാർ അവിടെ ഇല്ല. ഇടയന്മാരില്ലാത്ത ആട്ടിൻകൂട്ടം പോലെ ഇരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കാഴ്ചപ്പാടാണ് ഒരു ജനത്തെ കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവസഭയ്ക്കും ദൈവം തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഈ സഭ പെട്ടെന്നുണ്ടായി വന്നൊരു സഭയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ജോസങ്ങളും ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളൊക്കെ നോക്കിയപ്പോൾ അനേകം ഇടയന്മാർ കൂടി ഈ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുക. സത്യമായ വചനം പറയുകയോ അതിലൂടെ ഉപദേശിക്കുകയോ ജനത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുകയോ കൃത്യമായ ഒരു ഉപദേശത്തിലേക്ക് നയിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനുണ്ടായി ഇതേപോലെയുള്ള ഒരു ആത്മഭാരം ഉണ്ടായി. ഈ സത്യത്തിലൂടെ അനേകരെ കണ്ണുകൾ തുറന്ന് നിത്യതയിലേക്ക് പിടിച്ചു കയറ്റണം. അങ്ങനെ ഒരു ചിന്തയുണ്ടായപ്പോഴാണ് ഈ ചർച്ച് ഇവിടെ ഉണ്ടായത്, ഈ കൂട്ടായ്മ ഇവിടെ ഉണ്ടായത്, അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായത്, ഇതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ദൈവപ്രവൃത്തിയായിരുന്നു ഈ ദൈവസഭ. ഞാൻ പറയാൻ കാരണം, കർത്താവായ യേശു ക്രിസ്തു ആടുകളെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ തന്റെ ജനത്തെ നോക്കിയപ്പോൾ ഇവർക്ക് ഇടയനില്ല, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമാണ്, വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച കാര്യം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്, അല്ലെ? ഇത് വളരെ ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം കർത്താവിനെ പിൻപറ്റുന്ന അനേകരുണ്ട്, അനേക ശിഷ്യഗണങ്ങളുണ്ട് കർത്താവിന്. 12 പേരെ തിരഞ്ഞെടുത്തിട്ടില്ല അതുവരെ. അപ്പോൾ പ്രത്യേകമായ ഒരു കാഴ്ച കാണുകയാണ്. തന്റെ ജനത്തോട് കണ്ടപ്പോൾ ഇവർക്ക് ആരുമില്ല, ഇവരെ നയിക്കുവാൻ ആരുമില്ല. എല്ലാവരും കറന്നടക്കുന്ന ഇടയന്മാരും ഇറച്ചി തിന്നുന്ന ഇടയന്മാരുമായിട്ടിരിക്കുമ്പോൾ ഈ ആടുകളെ പരിപാലിക്കുന്ന ഇടയന്മാരെ കാണാനില്ല. അപ്പോൾ കർത്താവ് തന്റെ ചുറ്റും കൂടി നിൽക്കുന്നതോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിളഭൂമിയിലേക്ക് ആളുകളെ അയക്കുവാൻ, കൊയ്ത്തിന് ആളുകളെ അയക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അന്ന് രാത്രി കർത്താവ് മലയിലേക്ക് കയറിപ്പോയി കർത്താവ് അവിടെ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുക. അത് കാണണമെങ്കിൽ വായിക്കണ്ട, ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. രാത്രി മുഴുവനും കർത്താവോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്ത് പറഞ്ഞിട്ടാ പോയത്? നിങ്ങളും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാ പോയത്. അവിടെ ആരൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ല എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവിന്റെ വാക്ക് കേട്ട് പ്രാർത്ഥിച്ച ഒരു 12 പേരെ തന്നെയായിരിക്കും കർത്താവ് തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുക. മനസ്സിലായോ? കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണം, വിളവോ അധികം, വേലക്കാരോ ചുരുക്കമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞിട്ട് കേട്ടവരിൽ എത്ര പേർ പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ കർത്താവ് പോയി പ്രാർത്ഥിച്ചു. കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ടാണ് തന്റെ ശിഷ്യഗണങ്ങളിൽ അനേകരുണ്ട്, അനേകരിൽ നിന്നും 12 പേരെ ദൈവം തിരഞ്ഞെടുക്കുക. പേര് ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തുക. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത് എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തെരഞ്ഞെടുത്ത് അയക്കപ്പെടുവാൻ നിയോഗിച്ച 12 പേരെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, സഭ പ്രാർത്ഥിക്കണം.
ഞാനിത് പറയുമ്പോൾ സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവർക്കും കൂടിയാ കടന്നു വരുന്നത്. ഞാനിവിടെ മനസ്സിലാക്കുന്നു, ഈ വചനഭാഗം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ 12 പേരെ മാത്രം കൃത്യമായിട്ട് തിരഞ്ഞെടുത്തു? പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു കർത്താവിനോട്. ഒരു പക്ഷേ എൻ്റെ ചിന്തയാണ്, കർത്താവ് എന്താ പറഞ്ഞിട്ടാ പോയത്? നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാ കയറിപ്പോയതല്ലേ? കർത്താവ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്നും ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥിച്ചവരും ആ ആത്മഭാരമുള്ളവരെയുമാണ് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ഇന്ന ആളുകളെ വിളിച്ച് വേർതിരിക്കുക, ശുശ്രൂഷിക്കാക്കുക. അപ്പോൾ സഭയോടൊരു ആഹ്വാനം പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനൊരു ആഹ്വാനം പറയുമ്പോൾ, അതിനുവേണ്ടി ശുശ്രൂഷകർ അതിനുവേണ്ടി ജാഗരിക്കുമ്പോൾ, അതിന്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളിച്ച് ഒരു ടീം വർക്കായി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. 12 പേരെയല്ലേ കർത്താവ് തിരഞ്ഞെടുത്തത്? കർത്താവിനോട് കൂടെ 12 പേരൊന്നുമല്ലായിരുന്നു, ശിഷ്യഗണങ്ങളായിരുന്നു. കർത്താവിന് അനേകം ശിഷ്യരുണ്ടായിരുന്നു. കട്ടിയുള്ള ഉപദേശം പറഞ്ഞപ്പോൾ, ഈ വചനം കട്ടിയുള്ളത് എന്ന് പറഞ്ഞ അനേകർ കർത്താവിന് വിട്ടിട്ട് പോയെന്നാ പറയുന്നത്. നോക്കിയപ്പോൾ ഒരു 12 പേര് കൂടെ നിൽക്കുന്നുണ്ട്. കർത്താവ് അവരോട് തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത്, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ആ ബോധ്യമുള്ളവരാണ് കർത്താവിനോട് കൂടെ നിന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രതിസന്ധി, ഒരു ആവശ്യഭാരത്തിന് മുൻപിൽ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവിടെ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ കാര്യത്തിനൊരു പരിഹാരവും വരുത്തുകയാണ്. അതായത് വിളവോ അധികം, വേലക്കാരെ ചുരുക്കം. അപ്പോൾ കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ വേണമെന്നല്ലേ കർത്താവ് പ്രാർത്ഥിച്ചത്? സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വേലക്കാരൻ അല്ലെങ്കിൽ രാത്രി കാവൽ നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു പ്രത്യാശയുണ്ട്. നാളെ സൂര്യൻ വെളുക്കും, അല്ലെ, സൂര്യൻ ഉദിക്കും എന്നുള്ളത് അവന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ഭക്തന്റെ പ്രാർത്ഥനയെ കുറിച്ച് ദൈവം പറയുകയാണ്, നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ അതിലും ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ കാര്യം കേൾക്കും എന്നുള്ളത്. ഒരു ഭക്തന്റെ പ്രത്യാശയാണ്. നാളെ നേരം വെളുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അല്ലേ? എങ്കിൽ അതിലും ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നടക്കുമെന്നുള്ളത്. അതിനൊരു തെളിവ് കൂടിയാണ് കർത്താവിൻ്റെ ഈ പ്രാർത്ഥന. പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിന് മറുപടിയാ 12 ശിഷ്യന്മാർ ഒരുങ്ങിക്കിട്ടി. പിന്നീട് കർത്താവ് 12 പേരോട് കൂടിയാണ് പോകുന്നത്. അവരെ പഠിപ്പിക്കുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, അവരെ അയക്കുന്നു, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? തന്റെ ജനത്തെ നോക്കിയപ്പോൾ ഒരു ആവശ്യം കർത്താവ് കാണുകയാണ്. നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ ആടുകളെ രക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ നോക്കിയപ്പോൾ അവിടെ ഇടയന്മാരില്ല. ഒരു അത്യാവശ്യ ഘട്ടം അവിടെ വന്നിരിക്കുക. അതിനൊരു പരിഹാരം കർത്താവ് ഉണ്ടാക്കിയോ ഇല്ലയോ? ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവ് അതിന് പരിഹാരം വരുത്തി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അതിന് പരിഹാരമായെന്ന് ദൈവസഭയിൽ പറയുന്ന ഒരു പ്രാർത്ഥനാ വിഷയം, ദൈവസഭയിൽ പറയപ്പെടുന്ന ഒരു ചില കാര്യങ്ങൾ, അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് ആ പ്രവൃത്തി ചെയ്യും. അതിപ്പോ ആര് കൂടെ ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, കർത്താവാണോ തീരുമാനിച്ചത്? എസ്തേറെ, നീ മൗനമായിരുന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി മറ്റൊരുത്തിനെ ദൈവം എഴുന്നേൽപ്പിക്കും. അത്രേ ദൈവത്തിന് പറയാനുള്ളൂ. പക്ഷേ നഷ്ടം എസ്തേറെ നിനക്കും നിന്റെ കുടുംബത്തിനും വരും. പക്ഷെ എസ്തേർ അത് നഷ്ടപ്പെടുത്തിയില്ല, ഉണർന്ന് പ്രവർത്തിച്ചു, അല്ലേ? ഇന്നും ഈ പ്രഭാതത്തിൽ വചനം പറയുമ്പോൾ എസ്തേറിന്റെ പേരെടുത്ത് പറയുവാൻ കാരണമായി തീർന്നു. ഇതുപോലെയാണ് ദൈവത്തിന്റെ ആഹ്വാനം കേട്ടപ്പോൾ ഈ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാനും ചില കാര്യങ്ങൾ ആവശ്യമായി കണ്ടതുകൊണ്ട് ഞങ്ങൾ അനേകരെ വിളിക്കുമ്പോൾ ചോദിക്കും, ഞങ്ങൾക്കൊക്കെ കടന്നു വരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കുഴിച്ചിടും? ഞങ്ങളുടെ മക്കൾക്ക് വിവാഹം നടത്തുവാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയമുള്ളവരെ, യൂട്യൂബിലൂടെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഭംഗിയായി ഞങ്ങൾ ശവസംസ്കാരം നടത്തി തരും. നിങ്ങളുടെ മക്കൾക്ക് വിവാഹമുണ്ടെങ്കിൽ ഭംഗിയായി അത് നടത്തി തരും. അത് നടത്തി തരുവാനുള്ള എല്ലാ വിധത്തിലുള്ള അംഗീകാരവും ഈ ദൈവസഭയ്ക്കുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെയുള്ളൊരു വിഷമത്തിലായിരിക്കുന്നുവെങ്കിൽ ആരും ഇങ്ങോട്ട് കടന്നു വരാൻ മടിക്കണ്ട. നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ അനാഥരായി പോവുകയില്ല എന്നുള്ളത് ഞാനൊരു ഉറപ്പ് തരികയാണ്. ഈ സഭയ്ക്ക് അതിനുള്ള
അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ആവശ്യം ദൈവസഭയ്ക്ക് വേണമെന്ന് ദൈവം ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഒന്നുമില്ലാതിരുന്ന ഗിദെയോനെ പിടിച്ച് വലിയ യുദ്ധങ്ങളെ ജയിച്ചതുപോലെ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവം ചെയ്യുന്നത് ഇത്രത്തോളം ഈ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. നമ്മളതിന് യോഗ്യനല്ല. പത്രോസിനെ പോലെ മീൻ പിടിച്ച് നടന്നിരുന്നവർ, ആട്ടിടയന്മാർ, ചുങ്കം പിരിച്ച് നടന്നിരുന്നവർ, ഇവരൊക്കെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി കർത്താവ് ആ ശുശ്രൂഷ തികയ്ക്കുവാനിടയായിത്തീർന്നു. അല്ലേ? നമുക്കും ആവശ്യഭാരത്തിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ പറയപ്പെടുന്ന ആഹ്വാനം കേട്ട് ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ മനസ്സുള്ളവരെ കൂട്ടി കർത്താവ് അത് ചെയ്യും. മനസ്സില്ലാതെ മാറി നിൽക്കുമ്പോൾ മനസ്സുള്ളവരെ വെച്ച് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനത്രേ എന്നാണ് പൗലോസ് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ പണികളെ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ വിനയബുദ്ധിയോടുകൂടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിച്ചിട്ട് കർത്താവിന്റെ അധികാരം മനസ്സിലാക്കി ആ ആവശ്യഭാരത്തിന്റെ നടുവിൽ കർത്താവിന്റെ ആഗ്രഹം മനസ്സിലാക്കി അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ദൈവസഭ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവരെ വിളിക്കും മിസ്രൈമിൽ നിന്ന് വന്ന സമ്മിശ്ര ജാതികൾ. എന്തൊക്കെയോ കണ്ടു കേട്ട് ഓടി വന്നതാ. മിസ്രൈമിൽ നിന്നും നോക്കിയപ്പോൾ കണ്ടോ വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, കടിഞ്ഞൂലുകളെ കൊല്ലുന്ന ദൈവം, 10ഓളം ബാധകളെ ഇറക്കിയ ദൈവം. ഈ ദൈവം കൊള്ളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ദൈവത്തെ ഒന്നും തിരിച്ചറിഞ്ഞിട്ട് ഇറങ്ങിയതല്ല, അത്ഭുത അടയാളം കണ്ട് അപ്പം കെട്ടിയപ്പോൾ ഇറങ്ങിയതാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദുരാഗ്രഹമുണ്ടായി. അവർ വിറുപ്പ് തുടങ്ങി. എല്ലാം മരുഭൂമിയിൽ ചത്തൊടുങ്ങുവാനിടയായിത്തീർന്നു. നമുക്കങ്ങനെയല്ല. യോശുവയെ പോലെയും കാലേബിനെ പോലെയും അവരെ നയിച്ചത് വ്യത്യസ്ത ആത്മാവായിരുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. നമ്മളെയും നടത്തുന്നത് വ്യത്യസ്ത ആത്മാവായിരിക്കണം. അത് പരിശുദ്ധാത്മാവായിരിക്കണം. ലോകത്തിന്റെ ആത്മാവല്ല, സ്വയാത്മാവല്ല, പൈശാചികാത്മാവല്ല നമ്മൾ നടത്തേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ചില ചിന്തകൾ പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ശുശ്രൂഷയിൽ നേരിട്ട പ്രതിസന്ധികൾ ചുരുക്കം വാക്കുകളിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷ കർത്താവ് മുന്നോട്ട് നടത്തുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തേതിന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ്. കർത്താവ് ചെയ്തത് ആത്മാവിനാലാണ്, പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് ചെയ്തത്. എൻ്റെ അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം തന്നെ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം കർത്താവ് പറയുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ പിതാവ് ഏൽപ്പിച്ച കാര്യം മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്തത്. അത് ചെയ്തപ്പോൾ ജനം അത് കണ്ടപ്പോൾ രണ്ട് വ്യത്യസ്ത ജനങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. ഇവിടെ പറയുന്ന കാര്യം കേട്ടോ. യേശു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന്റെ നിയന്ത്രണത്തിൽ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് കാണുന്ന ജനം പറയുകയാണ്, ഇത് ബെയൽസെബൂലിനെ കൊണ്ടാണ് ഇവൻ ചെയ്യുന്നത്. ഇവന് പിശാചുണ്ട്, ഇവന് ഭൂതമുണ്ട്, ഇവൻ പറയുന്നത് എന്തിനു കേൾക്കണം? ഒരു കൂട്ടം ജനം ഈ സത്യം പകൽ പോലെ അവരുടെ കണ്ണുകളിൽ കണ്ടിട്ട്, അവരുടെ ജീവിതത്തിൽ അത് കണ്ടിട്ട് യേശു ക്രിസ്തു ചെയ്യുന്നത് ദൈവികമല്ല, പൈശാചികമാണ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി. കർത്താവ് ഒരു പ്രതിസന്ധി നേരിടുകയാണ്, അല്ലേ? ഈ സത്യസന്ധമായ ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്യുമ്പോൾ അത് പൈശാചികമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം. അതിന് തൊട്ടടുത്തുള്ള വാക്യം വായിക്കാം. ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിനെ കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർ പറയുകയാണ് ഇതൊരു ഭൂതഗ്രസ്തന്റെയോ പിശാചിന്റെയോ പ്രവൃത്തി അല്ല, ഇതൊരു ദൈവപ്രവൃത്തിയാണ് എന്ന് കാണുന്ന മനുഷ്യർ. കാര്യം മനസ്സിലായോ? ഒരു കൂട്ടർ പറയുകയാണ് ഇത് തെറ്റാണ്, അതേ വേറൊരു കൂട്ടർ പറയുകയാണ് ഇത് സത്യസന്ധമായ ദൈവിക പ്രവൃത്തിയാണ് എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചാലും രണ്ട് കൂട്ടം ജനം ലോകത്ത് എന്നും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കൂട്ടം ജനം എന്ത് കണ്ടാലും അതിനെ പൈശാചികമാണ്, തെറ്റാണ്, ദുരുപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
എന്നാൽ മറുകൂട്ടം ജനം ഇത് സത്യസന്ധമാണ്, ദൈവികമാണ്, ഇത് ദൈവപ്രവൃത്തിയാണ് എന്ന് കാണുവാനും കുറച്ച് പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നുവെങ്കിലും സഭായോഗത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളും 12-ന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് അവിടെ ഒരു ഊമനെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവിടെ കാണുന്ന ജനം പറയുകയാണ്, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ധനും ഊമനുമായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അവർക്ക് ഊമനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ഇത് പൈശാചികമാണ്, ബെൽസെബൂലിനെ കൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, അന്ധനെ മാത്രമല്ല സൗഖ്യമാക്കിയത്, പിശാച് ബാധിച്ച് അന്ധതയും മൂകതയും ബാധിച്ച 2 വൈകല്യമുള്ള ഒരു മനുഷ്യനെ കർത്താവ് വീണ്ടും സൗഖ്യമാക്കുക. ഈ 2 വ്യക്തികളിലും ഒന്നിന് ഊമനായൊരു മനുഷ്യനായിരുന്നു അല്ലേ, രണ്ടാമത്തെ വ്യക്തി ഊമനുമായിരുന്നു, കണ്ണും കണ്ടുകൂടാ. ആദ്യം ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തിയാണ് രണ്ടാമത് ചെയ്തത്. ഈ രണ്ടാമത് ചെയ്തപ്പോഴും ഇവരെന്താ പറഞ്ഞത്? ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ കർത്താവ് ഇത് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെയും അവർ പറയുകയാണ്, നീ ഇനി ഒരു അടയാളം കൂടി കാണിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞിട്ട് കേൾക്കാത്തവരുടെ മുൻപിൽ എത്ര തെളിയിച്ചു കൊടുത്താലും അത് നുണയാണെന്നേ പറയൂ. കർത്താവിന്റെ ജീവിതത്തിൽ ഇതല്ലേ അനുഭവം. പക്ഷേ ഒരു വാക്ക് പറയുമ്പോൾ അത് ദൈവ സംഗതിയാണ്, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയാണ്, ദൈവത്തിന്റെ വാക്കാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് കൂടുതൽ അടയാളവും അത്ഭുതമൊന്നും വേണ്ട. വക്രതയുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. നമ്മൾ എന്തെങ്കിലും അടയാളം അന്വേഷിക്കുന്നുണ്ടോ? കർത്താവ് ദൈവമാണ് തെളിയിക്കുവാൻ എന്തെങ്കിലും അടയാളം നമുക്ക് കാണിച്ചു തരണമോ? വിശ്വാസം കേൾവിയാൽ. ഈ സുവിശേഷം കേട്ടപ്പോൾ, ഈ കർത്താവിനെ പരിശോധിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് ഞാൻ പ്രാരംഭത്തിൽ പറയാൻ വിട്ടുപോയെങ്കിലും ഞാൻ പറയട്ടെ, ഈ മെസ്സേജിന്റെ തലക്കെട്ട് എന്തായിരുന്നു എന്ന് അറിയാമോ? സൂക്ഷിച്ചു നോക്കുക എന്നുള്ളൊരു ചിന്തയാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നത്. സൂക്ഷിച്ചു നോക്കുക. ആരെയൊക്കെ നോക്കണം? യേശു ക്രിസ്തുവിനെ നോക്കണം. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തെ നോക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ സകലത്തിനും മതിയായവനായ ഒരു ദൈവപുത്രൻ, ജനത്തെ നോക്കുമ്പോൾ ഈ ദൈവം തമ്പുരാൻ വന്ന് ശുശ്രൂഷിച്ചാൽ പോലും നന്നാവാത്ത ഒരു കൂട്ടം ജനമുണ്ട്. കർത്താവിന്റെ വചനം കേട്ട് ഏറ്റെടുക്കുന്ന മറുകൂട്ടം ജനവുമുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ പകലിൽ ഞാൻ പറയുന്ന സുവിശേഷവും കേട്ടും ഏറ്റെടുക്കുവാൻ ആളുകളുണ്ടാകും. സത്യമാണെന്ന് ഗ്രഹിക്കുവാൻ ആളുകളുണ്ടാകും. അവരോട് എത്ര പ്രസംഗിച്ചാലും അത് കേട്ടേറ്റെടുക്കാതെ ഇതിനെ തള്ളിക്കളയുന്നവരും ഉണ്ടാകും. എങ്കിലും നിരാശയില്ല. കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കിതെല്ലാം കാണുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇടറിപ്പോകാതെ സൂക്ഷിച്ച് വീക്ഷിച്ച് നോക്കുന്നവരായി, ദൈവസന്നദ്ധയിൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി, ദൈവപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.